റോമിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നിൽ പൊന്തിഫിനെ സംരക്ഷിക്കുവാൻ പോരാടിയ സൈനികരുടെ ധീരതയ്ക്കും ത്യാഗത്തിനും മെയ് 6 ആദരാഞ്ജലി അർപ്പിക്കും. ഫ്രാൻസിസ് പാപ്പ നിര്യാതനായതിന്റെയും വത്തിക്കാനിൽ നടന്നുവരുന്ന കർദിനാൾമാരുടെ സമ്മേളനങ്ങളുടെയും കോൺക്ലേവിന്റെയും പശ്ചാത്തലത്തിലാണ് തികച്ചും സ്വകാര്യമായ അനുസ്മരണം നടത്തുവാൻ തീരുമാനിച്ചത്. സ്വിസ് ഗാർഡുകളുടെ താവളത്തിലുള്ള പ്രത്യേകയിടത്ത് രാവിലെ 11 മണിക്കായിരിക്കും ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. അന്നേ ദിവസം നടത്തപ്പെടേണ്ടിയിരുന്ന പുതുതായി നിയമിക്കപ്പെട്ട സൈനികരുടെ സത്യപ്രതിജ്ഞ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചു. സാധാരണ ഈ ദിവസത്തിൽ പാപ്പാമാർ സ്വിസ് ഗാർഡുകൾക്ക് കൂടിക്കാഴ്ച അനുവദിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യാറുണ്ട്. 1527 മെയ് 6 നടന്ന റോം പിടിച്ചെടുക്കലിൽ ചാൾസ് 5 ചക്രവർത്തിയുടെ സൈന്യം നഗരം ആക്രമിച്ച് നശിപ്പിച്ചു. അന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പടികളിൽ സ്വിസ് ഗാർഡുകൾ ധീരമായ ഒരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് പാസറ്റോ ഡി ബോർഗോ എന്നറിയപ്പെടുന്ന രഹസ്യ വഴിയിലൂടെ പോപ്പ് ക്ലെമന്റ് 7 സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ആദരാഞ്ജലി അവരുടെ ത്യാഗത്തെ ഓർമ്മിക്കുക മാത്രമല്ല, വത്തിക്കാന്റെ ആത്മീയവും ഭൗതികവുമായ സമഗ്രതയുടെ കാവൽക്കാർ എന്ന നിലയിൽ സ്വിസ് ഗാർഡിന്റെ തുടർച്ചയായ പങ്കിനെ പിന്തുണയ്ക്കുന്നത് കൂടിയാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.